ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു AN ചാനൽ. മിക്ക കുട്ടികൾക്കും ബയോളജി പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായി കാണാറുണ്ട്. എന്നാൽ നമ്മുടെ ഈ ചാനലിൽ നമുക്ക് ബയോളജി സിമ്പിളായി പഠിച്ചെടുക്കാം. ഇംഗ്ലീഷിൽ നോട്ട്സുകളും മലയാളത്തിൽ എക്സ്പ്ലനേഷൻസും ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് നമുക്ക് യൂണിറ്റ് 1 ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് പഠിക്കാം. എല്ലാ സയൻസ് വാക്കുകളും ഞാൻ ഇംഗ്ലീഷിൽ തന്നെയാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് എക്സാം എഴുതാൻ എളുപ്പമാകും. എന്നാൽ പഠിച്ചു തുടങ്ങിയാലോ? യൂണിറ്റ് 1-ൽ എന്തൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എന്ന് നോക്കാം. ദ ലിവിങ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം. ബയോളജി എന്നാൽ എന്താണ്? ജീവൻ്റെ ശാസ്ത്രം, അതായത് ജീവശാസ്ത്രം. എന്തൊക്കെയാണ് ബയോളജിയിൽ നിങ്ങൾ പഠിക്കുന്നത്? ലിവിങ് ഓർഗാനിസംസ്, അവയുടെ ലൈഫ് പ്രോസസ്സ്, അതായത് ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം മുതലായവ. അപ്പോൾ ജീവൻ എന്താണെന്നും ജീവജാലങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ ബയോളജി നമ്മെ സഹായിക്കുന്നു. ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. ലോകത്ത് ലിവിങ് ഓർഗാനിസത്തിൻ്റെ വലിയ വൈവിധ്യമുണ്ട്. വൈവിധ്യം എന്നാൽ ഡൈവേഴ്സിറ്റി. ഈ ഡൈവേഴ്സിറ്റിയാണ് ബയോഡൈവേഴ്സിറ്റി, അതായത് ജൈവ വൈവിധ്യം എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ്, അതായത് സൂക്ഷ്മാണുക്കൾ. ഇതിൽ നിന്ന് എന്തു മനസ്സിലായി? രണ്ട് ജീവികളും കൃത്യമായി ഒരുപോലെയല്ല. അപാരമായ ഡൈവേഴ്സിറ്റി നിലനിൽക്കുന്നു. അടുത്തത് ഏർലി ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ്. ഏർലി ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ് എന്നാൽ എന്ത്? ആദ്യകാല മനുഷ്യർക്ക് ലിവിങ് തിങ്സിനെയും ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, നോൺ ലിവിങ് തിങ്സിനെയും റോക്സ്, വാട്ടർ, ഫയർ വേർതിരിച്ചറിയാൻ കഴിയുമായിരുന്നു. പക്ഷേ അവർ പലപ്പോഴും പ്രകൃതിയിലെ മൂലകങ്ങൾ, അതായത് എലമെൻറ്റ്സ്, ഏതൊക്കെയാണ്? വിൻഡ്, ഫയർ, സീ, ഇവയെ ആരാധിച്ചിരുന്നു. കാരണം അവയോടുള്ള ഭയമോ വിസ്മയമോ, അതായത് ഫിയർ ആൻഡ് ഏവ് കൊണ്ടാണ് ആരാധിച്ചിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഏർലി അണ്ടർസ്റ്റാൻഡിംഗ് വെറും ഇമോഷണൽ ആയിരുന്നു. അത് ഒരു തരത്തിലും സയൻറ്റിഫിക് അല്ല. അടുത്തത് ബിഗിനിങ് ഓഫ് സയൻറ്റിഫിക് സ്റ്റഡി. സയൻറ്റിഫിക് സ്റ്റഡി വളരെ വൈകിയാണ് ആരംഭിച്ചത്. ഏർലി സൊസൈറ്റിയിൽ ആന്ത്രോപോസെൻട്രിക് ചിന്താഗതിയായിരുന്നു, അതായത് മനുഷ്യനെ ചുറ്റിപ്പറ്റിയുള്ള ചിന്ത. അതുകൊണ്ട് ജീവികളെക്കുറിച്ചുള്ള ധാരണ പരിമിതമായിരുന്നു. ഈ ഭാഗത്തിൻ്റെ പ്രധാന ആശയം എന്താണ് എന്ന് മനസ്സിലായോ? അത് മനുഷ്യനെ മാത്രമല്ല എല്ലാ ലിവിങ് ഓർഗാനിസത്തിനെ കുറിച്ചും പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് സയൻസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അടുത്തത് നീഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ജീവികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ സയൻറ്റിസ്റ്റിന് ഇത്തരം കാര്യങ്ങൾ ആവശ്യമായി വന്നു. അവയാണ് ഐഡൻറ്റിഫിക്കേഷൻ, തിരിച്ചറിയൽ; റെക്കഗ്നൈസിങ് ഓർഗാനിസം, ജീവികളെ തിരിച്ചറിയൽ; നോമൻക്ലേച്ചർ, നാമകരണം, ജീവികളെ പേരിട്ടു വിളിക്കൽ; ക്ലാസിഫിക്കേഷൻ, ജീവികളെ ഗ്രൂപ്പുകളാക്കൽ. ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ്? വളരെയധികം ജീവികളുള്ള ഈ ഭൂമിയിൽ ഓരോ ജീവിയെയും ഇൻഡിവിജ്വലായി പഠിക്കാൻ ഒരു ഓർഗനൈസ് സിസ്റ്റം ആവശ്യമാണ്. ഈ ഭാഗത്തിൻ്റെ പ്രധാന ആശയം എന്താണെന്ന് മനസ്സിലായോ? അത് ക്ലാസിഫിക്കേഷൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിക്ക് ഒരു ഓർഡർ കൊണ്ടുവന്നു എന്നതാണ്. അടുത്തത് ഡിസ്കവറി ഓഫ് സിമിലാരിറ്റീസ്. ജീവികൾക്ക് തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് സയൻറ്റിസ്റ്റ് ഒബ്സർവ് ചെയ്തു. എങ്ങനെയാണ് സിമിലാരിറ്റീസ് എന്ന് നോക്കാം. 1. ഹൊറിസോണ്ടലി, ഇന്ന് ജീവിക്കുന്ന ജീവികൾക്കിടയിൽ. 2. വെർട്ടിക്കലി, ആൻസിസ്റ്റേഴ്സ്, പൂർവികർ, അവരുടെ പിൻഗാമികൾക്കും ഇടയിൽ. പിൻഗാമികൾ പറഞ്ഞാൽ ഡിസെൻഡൻസ്. എക്സാമ്പിൾ മനുഷ്യർക്കും കുരങ്ങുകൾക്കും സിമിലാരിറ്റീസ് ഉണ്ട്. ഈ ഭാഗത്തിൻ്റെ പ്രധാന ആശയം എന്താണ്? എല്ലാ ലിവിങ് ഓർഗാനിസംസും പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആണ്. അടുത്തത് ഇവല്യൂഷണറി ഇൻസൈറ്റ്, ഉൾക്കാഴ്ച. ഇന്നത്തെ എല്ലാ ലിവിങ് ഓർഗാനിസംസും മുൻകാല രൂപങ്ങളിൽ നിന്നും പരിണമിച്ചു എന്ന് സയൻറ്റിസ്റ്റ് റിയലൈസ് ചെയ്തു. ഈ ഐഡിയയെ അടിസ്ഥാനമാക്കിയാണ് ഇവല്യൂഷൻ എന്ന കോൺസെപ്റ്റ് ഉണ്ടായത്. പ്രധാന ആശയം: ജീവന് കോമണായ ഒരു ഒറിജിൻ ഉണ്ട്. ഓർഗാനിസംസ് ഇവല്യൂഷൻ വഴി റിലേറ്റഡ് ആണ്. അടുത്തത് ഇമ്പാക്റ്റ് ഓഫ് ഹ്യൂമൻ തിങ്കിങ്. ഈ ഡിസ്കവറികൾ മനുഷ്യനെ കൂടുതൽ ഹംബിളാക്കി. ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യണമെന്ന ബോധം ഉണ്ടായി. പ്രധാന ആശയം ജീവൻ സംരക്ഷിക്കണമെന്ന് പ്രധാനമായി മനസ്സിലായി. അടുത്തത്
ടാക്സോണമിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് വീക്ഷണം. ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്ന സയൻറ്റിസ്റ്റിനെയാണ് ടാക്സോണമിസ്റ്റ് എന്ന് പറയുന്നത്. അവർ സ്ട്രക്ചർ, ക്യാരക്ടറിസ്റ്റിക്സ്, റിലേഷൻഷിപ്സ് എന്നിവയെക്കുറിച്ച് പഠിക്കുന്നു. പ്രധാന ആശയം: ജീവൻ്റെ ഓർഗനൈസേഷൻ മനസ്സിലാക്കാൻ ടാക്സോണമി നമ്മെ സഹായിക്കുന്നു. യൂണിറ്റ് 1-ലെ വരാൻ പോകുന്ന ചാപ്റ്ററിൽ നിന്നും ടാക്സോണമിസ്റ്റിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നും ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സിൻ്റെ വിവരണം നിങ്ങൾക്ക് പഠിക്കാം. ഫൈനൽ സമ്മറി ഓഫ് ദിസ് പോർഷൻ: 1. ബയോളജി ലൈഫിനെ കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്നു. 2. ലൈഫ് വലിയ ഡൈവേഴ്സിറ്റി കാണിക്കുന്നു. 3. ഏർലി ഹ്യൂമൻസിന് ലിമിറ്റഡായ ധാരണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4. സയൻറ്റിഫിക് സ്റ്റഡി ക്ലാസിഫിക്കേഷനിലേക്ക് നയിച്ചു. 5. എല്ലാ ഓർഗാനിസംസും ഇവല്യൂഷനിലൂടെ കണക്റ്റഡ് ആണ്. 6. ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. ഇനി ചാപ്റ്റർ 1 മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ ക്ലാസ് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, മറുപടി നൽകാം. അതുവരേക്കും ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.